എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ റിഫൈൻമെൻറ്റും ഫ്യൂൽ എഫിഷ്യൻസിയും ഒക്കെ കൂടും. വണ്ടി കുറച്ചും കൂടെ ഓടിക്കാൻ കുറച്ചും കൂടെ രസമാകും. പക്ഷേ അതിനകത്ത് ഒരു ഡൗൺ സൈഡൊക്കെ ഉണ്ട്. ആ 40 cc കുറഞ്ഞ് കുറച്ചും കൂടെ ഷോർട്ട് സ്ട്രോക്ക് ആയതുകൊണ്ട് 56 mm 64-56 mm ആയതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചും കൂടെ ആ ഒരു 398 cc ആവശ്യകത ഉണ്ടോയെന്ന് വെച്ചെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ആ ഒരു വണ്ടിയുടെ ആവശ്യകത ഇല്ല. പക്ഷേ ഇപ്പം നിലവിൽ 277 അപ്പം യെസ്, ഫൈനലി നമ്മുടെ ഡ്യൂക്ക് 350 അങ്ങനെ ലാസ്റ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. ആദ്യം ട്രയംഫ് 350 ആയി, പിന്നെ ഡൊമിനാർ NS ഒക്കെ 350 ആയി, ഇപ്പം ദേ ഡ്യൂക്ക് അതുപോലെ തന്നെ അഡ്വഞ്ചർ 350യും വന്നിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 390 ഡിസ്കണ്ടിന്യൂ ചെയ്യാതെയാണ് പുതിയ 350യിലോട്ട് കൺവെർട്ട് ചെയ്തേക്കുന്നത്. രണ്ടഭിപ്രായമുണ്ട്. സ്റ്റോക്ക് തീരുന്നിടം വരെ ആ വണ്ടി കാണും എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ 390 ആയതുകൊണ്ട് 390യുടെ ആ ഒരു ലെഗസി നഷ്ടപ്പെടാതെ ആ ഒരു വണ്ടിയെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി 6 എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ കുറച്ചുകൂടെ പ്രീമിയം പ്രൈസിങ്ങിലാക്കി വെക്കുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്. കാര്യം ഡ്യൂക്ക് 390 ഈസ് എ നോട്ട് ആൻഡ് കപ്പ് ഓഫ് എവരി വൺ. അത് നമുക്കെല്ലാവർക്കും ഓടിച്ചവർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇപ്പോഴത്തെ വണ്ടിയാണെങ്കിലും പഴയ 373 cc ആണെങ്കിലും അത് എന്ന് പറഞ്ഞാൽ ഒരു ഓവർ പവർ നമ്മുടെ റോഡിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു വണ്ടിയുടെ നേച്ചർ അങ്ങനെയാണ്. ഹുലിഗനാണ്, റോ പവറാണ്, പവർ വാരി വിതറുകയാണ്. സോ ഈ വണ്ടിയുടെ ആവശ്യം പലർക്കും, ഈ വണ്ടി വാങ്ങുന്ന പല ആൾക്കാർക്കും ആ ഒരു KTMൻ്റെ റോ അഗ്രസീവ് ഫീലിനും അതുപോലെ തന്നെ ആ ഒരു ഏകദേശം ഒരു 70% പവറോളം മതി നമ്മുടെ ഇവിടുത്തെ റോഡിന് ആ പവറിൻ്റെ. ഇപ്പം അതേ കൺസെപ്റ്റിൽ നമുക്ക് ഒരു വണ്ടി കിട്ടിയിരിക്കുകയാണ്. 390യുടെ അതേ ഒരു റോ ഫീല് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ഫുൾ പവർ പാക്ക്ഡ് ഫീല് വേണമെന്നുണ്ടെങ്കിൽ 390 സ്റ്റിൽ 6 എന്ന് പറഞ്ഞ വേരിയൻറ്റിലായിട്ട് നമുക്ക് മേടിക്കാൻ സാധിക്കും. പഴയ അതേ വണ്ടി തന്നെ 46 bhpയും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു റോ മാഡ് മെഷീൻ സിംഗിൾ സിലിണ്ടറിലാണ്. അത്രയും പവറൊന്നും വേണ്ട. ഇപ്പം GST എഫക്റ്റഡ് ആയിട്ടാണ് ആ ഒരു വണ്ടി വരുന്നത്. ഏകദേശം 420 ഓൺ റോഡ് പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു കാറ്റഗറിയിൽ ആ ഒരു വണ്ടി എന്തായാലും നമുക്ക് വാങ്ങിക്കാൻ ഇനി പറ്റത്തുള്ളൂ. കാര്യം GST എഫക്റ്റഡ് ആയി. പക്ഷേ GST എഫക്റ്റഡ് ആവാതിരിക്കാൻ വേണ്ടി നോർമൽ ഒരു ബേസ് വേരിയൻ്റ് എന്നുള്ള രീതിയിൽ 350 cc താഴെ പുതിയൊരു 390 കൂടെ അവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ഒരു വണ്ടിക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, വേറൊന്നുമല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ആ ഒരു 398 cc ആവശ്യകത ഉണ്ടോയെന്ന് വെച്ചെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ആ ഒരു വണ്ടിയുടെ ആവശ്യകത ഇല്ല. പക്ഷേ ഇപ്പം നിലവിൽ 277 പുതിയ വണ്ടി ലോഞ്ച് ആയിരിക്കുകയാണ്. പുതിയ വണ്ടിയുടെ പവർ സ്പെക്ക് എടുത്ത് നോക്കാനാണെങ്കിൽ 41 bhp ഇനഫ് എന്ന് പറഞ്ഞാൽ പോലെ അതും നമ്മുടെ റോഡിൽ ഓവർ പവർഡ് ആണെന്ന് പറയേണ്ട വരും. 41 bhp, അതും KTMൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ട്യൂണിങ്ങും ഗിയർ റേഷ്യോസും ഫ്യൂലിങ്ങും ആ ഒരു അഗ്രഷനൊക്കെ വരുമ്പം തീർച്ചയായിട്ടും അതും ഒരു റോ മാഡ് മെഷീൻ തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടോർക്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്ന് 33 ആയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് CC കുറച്ചിട്ടില്ല. പിസ്റ്റൻ്റെ ആ ഒരു ഡയമീറ്റർ ഒന്നും തന്നെ അവർ മാറ്റിയിട്ടില്ല. അവർ മാറ്റിയേക്കുന്നത് സ്ട്രോക്ക് കുറച്ചു. അതായത് നമ്മുടെ ആ ഒരു നേരത്തെ 64 സ്ട്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു നീളം, പിസ്റ്റൻ്റെ ആ ഒരു താഴേന്ന് മുകളിലോട്ട് പോകുന്ന നീളത്തിൻ്റെ അളവ് കുറച്ചിപ്പം 56 mm ആക്കി. അതുകൊണ്ട് പിസ്റ്റൻ്റെ സൈസ് പഴയതുപോലെ തന്നെ സെയിം ആയിരിക്കും. കുറച്ചും കൂടെ ഹൈ റബ്ബിങ് ആയിരിക്കും, പിന്നെ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിരിക്കും എന്നുള്ളതാണ്. കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. 390 ഇത്രയും വലിയ 400 cc പിസ്റ്റൺ നേരത്തെ ആ ഒരു എൻജിൻ മാനേജ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കരമായ വൈബ്രേഷനും ഭയങ്കരമായ അൺറിഫൈൻഡ് ഫീലായിരുന്നു നേരത്തെ പഴയ 390ക്ക്. അത് ആ അഡ്വഞ്ചറൊക്കെ ഓടിച്ചവർക്ക് മനസ്സിലാവും. ഇപ്പോൾ CC ഒരു ഏകദേശം 40 cc കുറഞ്ഞിട്ടുണ്ട്. ആ 40 cc കുറഞ്ഞ് കുറച്ചും കൂടെ ഷോർട്ട് സ്ട്രോക്ക് ആയതുകൊണ്ട് 56 mm 64-56 mm ആയതുകൊണ്ട് തന്നെ വണ്ടി കുറച്ചും കൂടെ ഹയർ റെവ്സിൽ ഈസി ആയിട്ട് വണ്ടി ഓടും. അത് മാത്രമല്ല വണ്ടിയുടെ റിഫൈൻമെൻറ്റ് CC അത്രയും കുറഞ്ഞത് കൊണ്ട്, എൻജിൻ്റെ സ്ട്രെസ്സ് കുറയുന്നത് കൊണ്ട് തന്നെ മച്ച് ബെറ്റർ ആയിരിക്കും.
കുറച്ചും കൂടെ സ്മൂത്തറായിട്ടുള്ളൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനായിട്ട് ഈ ഒരു എഞ്ചിൻ മാറും. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഡെയിലി യൂസിനും കുറച്ചും കൂടെ ടൂറിങ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും റോ ഫീൽ ഇല്ലാത്ത ഒരു KTM ആയിട്ട് ഈ ഒരു വണ്ടിയെ നമുക്ക് എന്തായാലും ഇനി കണക്കാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇനി ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഒരു വണ്ടി ഈ വണ്ടിയായിരിക്കും. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു റെഡി ടു റേസ് അല്ലെങ്കിൽ ഒരു പ്രോ ലെവൽ 390 സീരീസ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ കൊടുത്ത് നിങ്ങൾക്ക് 6 പേരുണ്ട് നമ്മുടെ പഴയ OG 390 നമുക്ക് വാങ്ങിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രാക്ടിക്കൽ നമ്മുടെ റോഡ് ബേസ് ചെയ്ത് ഒരു റോഡ് ലീഗലായിട്ടുള്ള റേസ് ബൈക്ക് എന്ന് പറയുന്നത് പോലെ 390 ഒരു റേസ് ബൈക്കായിട്ട് വെച്ചിട്ട് റോഡ് ലീഗലായിട്ടൊരു 390 വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. എനിക്ക് NS400ഉം ഡോമിനറും ട്രയംഫൊക്കെ 350 മാറ്റിയപ്പം വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 390 വന്നപ്പോൾ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. കാര്യം മറ്റേ വണ്ടികളെ പോലല്ല KTMൻ്റെ ഒരു ട്യൂണിങ്ങും ഗിയർ റേഷ്യോസും അതിൻ്റെ ക്രാങ്കിങ്ങിലും ഫ്യൂലിങ്ങിലും അതുപോലെ തന്നെ അതിൻ്റെ വാൽവ് ക്യാം ഷാഫ്റ്റ് കാലിബ്രേഷനിലൊക്കെ വ്യത്യാസങ്ങൾ എന്തായാലും കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് കൊണ്ടുവന്നിട്ടുണ്ടാവും. വണ്ടി ഓടിക്കാൻ ഞാൻ അടുത്ത ആഴ്ച ഞാൻ എന്തായാലും പോകുന്നുണ്ട്. അടുത്ത ആഴ്ച വണ്ടി ഓടിച്ചിട്ട് ഞാൻ അതിൻ്റെ ഫീൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് 100% എനിക്ക് തോന്നുന്നത് വണ്ടിയുടെ റിഫൈൻമെൻറ്റും ഫ്യൂൽ എഫിഷ്യൻസിയും ഒക്കെ കൂടും. വണ്ടി കുറച്ചും കൂടെ ഓടിക്കാൻ കുറച്ചും കൂടെ രസമാകും. പക്ഷേ അതിനകത്ത് ഒരു ഡൗൺ സൈഡൊക്കെ ഉണ്ട്. ആ ഒരു പഴയ റോ ഫീലിൻ്റെ ഒരു 30% മാറ്റി നമ്മൾ എന്തായാലും പ്രതീക്ഷിക്കരുത്. അതിനകത്ത് ഒരു തർക്കവും വേണ്ട. അത്രയും റോ ഫീലൊന്നും എന്തായാലും ഈ 350 എന്തായാലും കിട്ടത്തില്ല. കാര്യം ലോ എൻഡിലൊക്കെ പവർ കുറവായിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ 8400 RPM അത്രയും പവറും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ ഇപ്പോൾ 8600 RPM അപ്പം ലോ എൻഡ് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും വലിയ ഹരമായിട്ടൊന്നും നിങ്ങൾ ഫീൽ ചെയ്യരുത്. എന്നിരുന്നാലും നമുക്ക് നോക്കാം. സ്റ്റിൽ ആ ഒരു ഫ്യൂലിംഗ് ഒക്കെ കുറച്ച് കൂട്ടി അവർ അതൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടാകും. എന്തായാലും പോയി നോക്കി നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ വണ്ടി എന്താണ് എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. സോ എനിക്ക് പറയാനുള്ളൊരു കാര്യം 390 എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ ഒരു വണ്ടി ഈ ഒരു 350 cc താഴെ വരുന്ന ഈ ഒരു വണ്ടി കംപ്രഷൻ റേഷ്യോ ഏകദേശം സെയിം തന്നെയാണ്. ഈ ഒരു വണ്ടി ആയിരിക്കും പെർഫെക്റ്റ് ചോയ്സ്. കാര്യം 3.5 ലക്ഷത്തിന് താഴെ മാത്രമായിരിക്കും അവർ വേണം. ഇൻഷുറൻസിൻ്റെ പൈസയും റോഡ് ടാക്സും ഒക്കെ എന്തായാലും കുറയും. അതുമാത്രമല്ല 350 cc ഓൾറെഡി 18% ആക്കി റോഡ് ടാക്സ്. അതും നല്ലൊരു നിയമമാണ്. പക്ഷേ കൂട്ടിയത് ഇച്ചിരി മോശമായിപ്പോയി. അപ്പം എന്തായാലും വണ്ടിയുടെ വില മൊത്തത്തിൽ മാറാനായിട്ട് പോവുകയാണ്. ഒരു 2,03,10,000 അല്ലെങ്കിൽ 3,20,000 ആ റേഞ്ചിലൊക്കെ ഓൺ റോഡ് പ്രൈസ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് ഈ ഒരു പുതിയ 350ക്ക്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വാല്യൂ ഫോർ മണി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കമ്പയർ ടു RTR 300 കമ്പയർ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടില്ല. ആ സെയിം TFT ഡിസ്പ്ലേയും സെയിം റൈഡിങ് മോഡ്സും ക്വിക്ക് ഷിഫ്റ്ററും ഒക്കെ ഈ വണ്ടിയിലും വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ എനിക്കിപ്പം നിലവിൽ പറയാനുള്ളൂ. കാരണം 390 എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എനിക്ക് 350യുടെയൊക്കെ ആവശ്യമുള്ളൂ. കുറച്ചും കൂടെ റോ പവർ വേണമെങ്കിൽ 1.5 ലക്ഷം കൂടെ കൂടുതൽ കൊടുത്ത് 390 നമുക്ക് പോവാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ്? പിന്നെ അതുപോലെ തന്നെ 390 വന്നിട്ടുണ്ട് കേട്ടോ. 390 സീരീസിലെ ADV 390 വന്നിട്ടുണ്ട്. സോ എൻ്റെ മൈൻഡ് മാറി RTXന്ന്.